ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്വരാക്ഷരം ആ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം മറ്റുള്ള അക്ഷരങ്ങളുമായിട്ട് എങ്ങനെ എഴുതാമെന്നും അതെങ്ങനെ വായിക്കാമെന്നും നോക്കാം. ഇതാണ് സ്വരാക്ഷരം ആ, അതിൻ്റെ ചിഹ്നം. ഇതാണ് സ്വരാക്ഷരം ആയുടെ ചിഹ്നം. അപ്പോൾ മറ്റുള്ള അക്ഷരങ്ങളുമായിട്ട് ഇതെങ്ങനെ എഴുതാമെന്നും വായിക്കാമെന്ന് നോക്കാം. ആദ്യം വായുടെ കൂടെ ആയുടെ ചിഹ്നം എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വായിക്കുക? വാ നമ്മൾ നീട്ടി പറയും. വാ. അടുത്ത അക്ഷരം മായുടെ കൂടെ ആയുടെ ചിഹ്നം ചേർത്താൽ മാ. അടുത്തത് ദ എന്ന അക്ഷരം. ദ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്താൽ ദാ. അടുത്തത് ന എന്ന അക്ഷരം. ന എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്ത നാ. അടുത്ത പ എന്ന അക്ഷരം. പ എന്ന അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്ത പാ. ര എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ രാ. റ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ റാ. ല എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ ലാ. ക എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത കാ. ഗ എന്ന അക്ഷരം. ഗ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഗാ. ഞ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ ഞാ. ച എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ചാ. ഡ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഡാ. ദ എന്ന അക്ഷരം, അതായത് നാ മറിച്ചിട്ട ദ. ദ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഡാ. ഠ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഠാ. ബ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ബാ. യ എന്ന അക്ഷരത്തിനോട്, ഇതാണ് യ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ യാ. ശ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ ശാ. ഷ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഷാ. സ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്താൽ സാ. ഹ എന്ന അക്ഷരത്തിനോട് ആയുടെ ചിഹ്നം ചേർത്ത ഹാ. അപ്പോൾ ഇത് മിക്ക കുട്ടികളും തെറ്റിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഒരിക്കൽ കൂടെ വായിക്കാം. നമ്മൾ നീട്ടി പറയും. ആയുടെ ചിഹ്നം ചേർത്താൽ അത് നീട്ടി വായിക്കും. ഓക്കെ. സാധാരണ നമ്മൾ വ എന്ന് പറയുമ്പോൾ അതിൽ ആയുടെ ചിഹ്നം വരുന്നില്ല. വാ എന്ന് നീട്ടി പറയുമ്പോൾ അതിൽ ആയുടെ ചിഹ്നം വരുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, വായിക്കാം. വാ, മാ, ദാ, നാ, പാ, രാ,
റാ ലാ കാ ഗാ ഞാ ചാ ഡാ ധാ ഠാ ബാ യാ ശാ ഷാ സാ ഹാ. അപ്പോൾ ഏത് അക്ഷരത്തിനോടും ആയുടെ ചിഹ്നം ചേർക്കേണ്ടി വന്നാൽ നമ്മൾ എന്ത് പറയണം, എങ്ങനെയാണ് വായിക്കേണ്ടത്? നീട്ടിയത് വായിക്കുക. ഓക്കെ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ചിഹ്നങ്ങളാണ് മിക്ക പിള്ളേർക്കും പ്രശ്നങ്ങളായി വരുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. വീഡിയോ അതിൻ്റെ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണുക. അക്ഷരങ്ങൾ കൂടിച്ചേർന്നാണ് പദങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ആയുടെ ചിഹ്നം 2 അക്ഷരങ്ങളുടെ ഇടയിൽ വന്നാൽ അത് എങ്ങനെയാണ് വായിക്കാനുള്ളത് നോക്കാം. ഇത് മല എന്ന പദമാണ്. ഈ മല എന്ന പദത്തിന് മായ്ക്കും ലായ്ക്കും ഇടയ്ക്ക് ആയുടെ ചിഹ്നം വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുക? മാല. മാല. നമ്മൾ കഴുത്തിൽ അണിയുന്ന ആഭരണമാണ് മാല. അടുത്ത പ എന്ന അക്ഷരവും താ എന്ന അക്ഷരവും കൂടി ചേർന്ന് പദ എന്ന പദം ഉണ്ടാകുന്നു. അപ്പോൾ ഈ പായ്ക്കും തായ്ക്കും ഇടയ്ക്ക് ആയുടെ ചിഹ്നം ചേർന്നാൽ നമുക്ക് എങ്ങനെയാണ് വായിക്കുക? പാത. പാത. വഴിക്ക് പകരം പറയുന്ന പദമാണ് പാത. വഴിക്ക് പകരം പറയുന്ന പദമാണ് പാത. അതുപോലെ തന്നെ പായ്ക്കും റ, പായും റായും ചേർന്ന് പറ എന്ന പദം ഉണ്ടായി. പറ എന്ന് പറഞ്ഞാൽ നെല്ലളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് പറ. ഇതിനിടയ്ക്ക് പായ്ക്കും റായ്ക്കും ഇടയ്ക്ക് ആയുടെ ചിഹ്നം വന്നാൽ നമുക്ക് എങ്ങനെ വായിക്കുക? പാറ. പാറ. വലിയ കല്ലിനെയാണ് പാറ എന്ന് പറയുന്നത്. ദെൻ പ വ എന്നീ 2 അക്ഷരങ്ങൾ. ഇതിനൊരു വാക്കെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പവ എന്നുള്ളതിന് ഒരർത്ഥമില്ല. പക്ഷേ ചിഹ്നം ചേർത്ത് പറയുമ്പോൾ അതൊരു മീനിങ്ഫുൾ വേർഡായി. പായ്ക്കും വാക്കും ഇടയ്ക്ക് ആയുടെ ചിഹ്നം ചേർത്താൽ പാവ. പാവ. നമ്മൾ കളിപ്പാട്ടത്തിന് പകരം പറയുന്ന പദമാണ് പാവ. പാവ ഒരു കളിപ്പാട്ടമാണ്. അടുത്ത് ത ര അം. അമ്മിൻ്റെ ചിഹ്നം. തായും രായും അമ്മിൻ്റെ ചിഹ്നം. അപ്പോൾ ഈ തരത്തിന് ഇടയ്ക്ക് ആയുടെ ചിഹ്നം വന്നാൽ താ ര അം. താരം. താരം. താരം എന്ന് പറഞ്ഞാൽ നക്ഷത്രം. നക്ഷത്രത്തിന് പകരം പറയുന്ന പദമാണ് താരം. അടുത്തത് നായും രായും നര. നര. നര എന്ന പദത്തിൽ നമുക്ക് അതിനിടയ്ക്ക് നമുക്ക് ആയുടെ ചിഹ്നം ചേർത്താൽ നാര എന്ന് പറഞ്ഞാൽ അത് ഒരു വാക്കാകത്തില്ല. ഈ നാക്കും രാക്കും ഇടയിൽ ആയുടെ ചിഹ്നവും ചേർത്ത് ഒരക്ഷരം കൂടെ ചേർത്താൽ നമുക്ക് ഒരു വാക്കാക്കാം. നാരങ്ങ. നാരങ്ങ. ദെൻ കാട. കട. 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 അപ്പോൾ ഈ കാക്കും ഡാക്കും ഇടയിൽ ആയുടെ ചിഹ്നം ചേർത്താൽ എങ്ങനെയാണ് വായിക്കുക? കാട. കാട. കാട എന്ന് പറഞ്ഞാൽ ഒരു കോഴിയാണ് അല്ലേ? ഒരു പക്ഷിയാണ് കാട എന്ന് പറഞ്ഞാൽ. നമുക്കതിനിടയ്ക്ക് ഒരു ചന്ദ്രക്കല കൂടെ ഇട്ടാൽ കാട്. കാട്. ഓക്കെ. ദെൻ പട. പട എന്ന് പറഞ്ഞാൽ കൂട്ടം. പട. ഈ പാക്കും ഡാക്കും ഇടയിൽ ആയുടെ ചിഹ്നം ഇട്ടാൽ പാട. പാട. പാക്കും ഡാക്കും ഇടയിൽ ആയുടെ ചിഹ്നവും ആ ഒരു അമ്മിൻ്റെ ചിഹ്നവും അവസാനം ഇട്ടാൽ പാടം. പാടം എന്ന് പറഞ്ഞാൽ വയൽ. ദെൻ പന എന്നീ 2 അക്ഷരം ചേർന്ന് പന എന്ന പദമുണ്ടായി. പന എന്ന് പറയുന്നത് ഒരു ഒറ്റത്തടി വൃക്ഷമാണ്. അപ്പോൾ പാക്കും നാക്കും ഇടയിൽ ആയുടെ ചിഹ്നം ചേർത്താൽ പാന. പാന എന്ന് പറഞ്ഞാൽ വലിയ കലമാണ് പാന. വലിയ കലം.
പന എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റത്തടി വൃക്ഷം ആണ്. അടുത്ത മനം. മനം. ഈ മാക്കും നമ്മിനും ഇടയ്ക്ക് ആയുടെ ചിഹ്നം ചേർത്ത മാനം. മാനം എന്ന് പറഞ്ഞാൽ ആകാശം. ദെൻ അടുത്തത് വനം. വായും നമ്മും. ഈ വാക്കും നമ്മിനും ഇടയ്ക്ക് ആയുടെ ചിഹ്നം ചേർത്ത വാനം. അപ്പം മാനമെന്ന് പറഞ്ഞാലും വാനമെന്ന് പറഞ്ഞാലും ആകാശത്തിനെയാണ് പറയുന്നത്. ആകാശത്തിന് പകരം പറയുന്ന പദങ്ങളാണ് ഈ മാനവും വാനവും. മാനം എന്ന് പറഞ്ഞാൽ മനസ്സ്, വനം എന്ന് പറഞ്ഞാൽ കാട്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ ഏത് അക്ഷരത്തിൻ്റെ കൂടെ ആയുടെ ചിഹ്നം ചേർത്താലും ഫസ്റ്റ് അത് നീട്ടി പറയും. പാ, വാ, താ, കേട്ടോ, അതുപോലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് അതിൽ ഉൾപ്പെടുത്തിയേക്കണേ. എല്ലാം മനസ്സിലാകും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായ നിർദ്ദേശങ്ങൾ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.